1986 അമേരിക്കയിലെ മസാച്യുസെറ്റ്സിലെ പെപ്പറൽ എന്ന ചെറിയ പട്ടണം. അവിടെ 15 വയസ്സുള്ള ടീന ബോവൻ, 9 വയസ്സുള്ള അവളുടെ സഹോദരി കരേൻ ബോവൻ. ഇവർ ഇരുവരും പരിഭ്രാന്തരായി അവരുടെ വീടിനുള്ളിലെ ബേസ്മെന്റിലേക്ക് പോവുകയായിരുന്നു. പഴയ വസ്തുക്കളുടെ ഒരു കൂമ്പാരത്തിൽ നിന്നും അവർ എന്തോ തിരയുകയായിരുന്നു. കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ അവർ അവിടെ നിന്നും ഒരു ഓജോ ബോർഡ് പുറത്തേക്കെടുത്തു. ആ ബോർഡ് നോക്കിയിട്ട് ടീന തൻ്റെ സഹോദരിയോട് ചോദിച്ചു, നീ ഇതിന് തയ്യാറാണോ എന്ന്. അതെ എന്ന് മറുപടി പറയുന്നത് പോലെ കരേൻ തൻ്റെ തല മുകളിലേക്കും താഴേക്കും ആട്ടി. ഉടനെ ആ ബേസ്മെന്റിലെ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തു. ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു. ആ വെളിച്ചത്തിൽ അവിടെ സന്നിഹിതയായ ആ പ്രേതത്തോട് സംസാരിക്കാൻ അവർ തയ്യാറായിരിക്കുകയായിരുന്നു. വല്ലാത്ത ആശയക്കുഴപ്പത്തോടും ഭയത്തോടും കൂടെ ടീന ഒരു ദീർഘശ്വാസമെടുത്തു. അങ്ങനെ ആ ബോർഡിന് മുകളിലുണ്ടായിരുന്ന ആ നാണയത്തൊട്ടിൽ കൈവച്ചുകൊണ്ട് അവൾ പറഞ്ഞു, അമ്മേ, നിങ്ങളിവിടെ ഉണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഈ ഒരു ഗെയിമിലൂടെ അവർ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റാരോടുമല്ല, സ്വന്തം അമ്മയോടായിരുന്നു. അതെ, ക്യാൻസർ കാരണം കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് അവരുടെ അമ്മ മരിച്ചു. അതുവരെയും വളരെ നന്നായി അവരെ നോക്കി പരിപാലിച്ച അവരുടെ അമ്മ ഇനി അവരോടൊപ്പം ഉണ്ടാകില്ല എന്നവർ അറിഞ്ഞപ്പോൾ ആ 2 കുട്ടികളും മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടി. കൂടാതെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ അവരോടൊപ്പം ഉണ്ടായി അവരെ ആശ്വസിപ്പിക്കേണ്ട ഒരു വ്യക്തി, ടീന കാരന്റെ അച്ഛനായ ഫ്രാങ്ക് ബോണിനും അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിച്ചില്ല. കാരണം അവരുടെ കുടുംബം സാധാരണ ഒരു മിഡിൽ ക്ലാസ് കുടുംബമായതിനാൽ തൻ്റെ കുട്ടികളെ നോക്കാൻ അദ്ദേഹം ഓഫീസിൽ ഒരുപാട് ഷിഫ്റ്റുകളിലായി ജോലി ചെയ്യാൻ തുടങ്ങി. ഇക്കാരണത്താൽ ജോലിയെല്ലാം അവസാനിപ്പിച്ചിട്ട് രാത്രി 1 മണിയൊക്കെയാകും വീട്ടിലെത്താൻ. അതുകൊണ്ട് ഈ മിക്ക സമയങ്ങളിലും 2 കുട്ടികളും വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. അങ്ങനെ കരേൻ എന്ന ചെറിയ കുഞ്ഞ് സ്വന്തം അമ്മയ്ക്ക് വേണ്ടി കരഞ്ഞപ്പോൾ സഹോദരിയായിരുന്നു അവളെ ആശ്വസിപ്പിച്ചത്. അങ്ങനെ അന്നത്തെ ദിവസവും കരേൻ അമ്മയ്ക്ക് വേണ്ടി കരഞ്ഞപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ചെയ്താൽ അമ്മ സംസാരിക്കുമോ എന്ന വിശ്വാസത്തിൽ 2 പേരും ഓജോ ബോർഡ് കളിക്കാം എന്ന ഒരു തീരുമാനത്തിലെത്തി. പക്ഷേ അടുത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈ 2 പേരും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാകില്ല. അത്രത്തോളം അവിടെ എന്താണ് സംഭവിച്ചത്, അതിനുള്ള കാരണം എന്താണ്? അങ്ങനെ ടീന ഓജോ ബോർഡ് അവരുടെ മുന്നിൽ വച്ചു. അമ്മേ, നിങ്ങളിവിടെ ഉണ്ടോ? ഈ ചോദ്യം ചോദിച്ച അടുത്ത സെക്കൻഡ് അവിടെ മുഴുവനും ഒരു വലിയ നിശബ്ദത പടർന്നു. അതുകൊണ്ട് വീണ്ടും അവൾ ഒച്ചത്തിൽ ചോദിച്ചു, അമ്മേ, നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളോട് സംസാരിക്കാമോ എന്ന് ചോദിച്ചു. പക്ഷെ ഇത്തവണയും യാതൊരു പ്രതികരണവും ലഭിച്ചില്ല. അടുത്ത ചെറിയ കുഞ്ഞായ കരേൻ അവളുടെ അമ്മയെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ അവൾക്കും ആ നിശബ്ദത മാത്രമായിരുന്നു ഉത്തരമായി ലഭിച്ചത്. പക്ഷെ അതവർ അവിടം കൊണ്ട് ഉപേക്ഷിച്ചേയില്ല. തങ്ങളുടെ അമ്മ തീർച്ചയായും തങ്ങൾക്ക് ചുറ്റും എവിടെയോ ഉണ്ട്. നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു അടയാളം തീർച്ചയായും കാണിക്കുമെന്ന വിശ്വാസത്തിൽ അമ്മയോടുള്ള സ്നേഹം കാരണം തുടരെ അവർ അങ്ങനെ തന്നെ ചോദിക്കാൻ തുടങ്ങി. ഇങ്ങനെ അടുത്ത കുറച്ച് മണിക്കൂറുകൾ ആശയവിനിമയം നടത്താൻ പല വ്യത്യസ്തമായ വഴികൾ ശ്രമിച്ചിട്ടും നിശബ്ദത മാത്രമായിരുന്നു ഉത്തരം. ആ നിശബ്ദത കാരണം അവരുടെ അമ്മ യഥാർത്ഥത്തിൽ അവരോടൊപ്പം ഇല്ല. അമ്മ ഇനി ഒരിക്കലും വരാൻ പോകുന്നില്ല എന്ന യാഥാർത്ഥ്യവും അവർക്ക് മനസ്സിലായി. അങ്ങനെ വലിയ സ്വപ്നങ്ങളുമായി ഈ ലോകത്തെ നേരിടേണ്ട ആ ചെറിയ കുട്ടികളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ആ കണ്ണുനീർ തുള്ളി ആ ബോർഡിൽ വീണ് തെറിച്ചു. പെട്ടെന്ന് കരേൻ തൻ്റെ സഹോദരിയുടെ മടിയിൽ കിടന്ന് തൻ്റെ സങ്കടമെല്ലാം മാറാനായി പൊട്ടിക്കരയാൻ തുടങ്ങി. ടീന ആ സമയം ഒരു സഹോദരി മാത്രമായിരുന്നില്ല, സ്വന്തം അനുജത്തിക്ക് ഒരു അമ്മയെ പോലെയായിരുന്നു. അതിനാൽ ടീന സ്വന്തം സഹോദരിയെ ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചു. ഇങ്ങനെ സമയം പതുക്കെ കടന്നുപോയി. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയായി. ഇപ്പോൾ ടീന തൻ്റെ സഹോദരിയെ ഉറക്കി. അവൾക്കും ഒന്ന് വിശ്രമിക്കണമായിരുന്നു. അങ്ങനെ മുറിയിലേക്ക് പോയി. സംഭവിച്ച കാര്യങ്ങളെല്ലാം മറന്ന് സമാധാനമായി ഒരല്പസമയം ഉറങ്ങാനായി അവൾ ശ്രമിച്ചു. പെട്ടെന്ന് ആരോ വാതിൽ മുട്ടുന്ന ഒരു ശബ്ദം അവൾ കേട്ടു. വല്ലാത്ത പരിഭ്രാന്തിയോടുകൂടി എഴുന്നേറ്റ് ടീന ഈ സമയത്ത് ആരാണ് കതക് തട്ടുന്നത് ഇങ്ങനെ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. കാരണം അച്ഛൻ്റെ കയ്യിൽ എപ്പോഴും ഒരു താക്കോൽ ഉണ്ടാകും. അതുകൊണ്ട് അദ്ദേഹമായിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അതാരായിരിക്കും എന്ന് പരിശോധിക്കാനായി ടീന മുൻ വാതിലിനെ നോക്കി നടക്കാൻ തുടങ്ങി.
ഇപ്പോൾ ആ വാതിലിന് അടുത്ത് വന്ന് വാതിൽ തുറന്നു. പക്ഷെ അവിടെ ആരും തന്നെ ഇല്ല. ഒരു പക്ഷേ മറ്റേതെങ്കിലും ശബ്ദമായിരിക്കാം, താൻ തെറ്റിദ്ധരിച്ചതായിരിക്കാം, തനിക്കൊരു പക്ഷെ മാറി കേട്ടതായിരിക്കാം എന്നവൾ സ്വയം ആശ്വസിപ്പിച്ചുകൊണ്ട് വീണ്ടും മുറിയിലേക്ക് പോയി. വീണ്ടും ഒരു 5 മിനിറ്റിന് ശേഷം മുമ്പത്തെ പോലെ തന്നെ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. വീണ്ടും അവൾ എഴുന്നേറ്റു. വാതിലിന് മുൻപിൽ വന്ന് കതക് തുറന്നു. പുറത്ത് ആരും തന്നെ ഇല്ല. ഇപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സംശയം. ഏകദേശം ഒരു 30 മിനിറ്റോളം അവൾ ഇതേ ശബ്ദം തന്നെ കേൾക്കാൻ തുടങ്ങി. വീണ്ടും വീണ്ടും അവൾ വാതിൽ തുറന്നു നോക്കും. ആരും തന്നെ ഉണ്ടാകില്ല. ഒരു പക്ഷേ ഈ ശബ്ദം താൻ മാത്രമാണോ കേൾക്കുന്നത് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉറക്കത്തിൽ നിന്നും ഉണർന്ന കരേൻ താനും അതേ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ശബ്ദം എവിടെ നിന്ന് വരുന്നു എന്ന് പരിശോധിക്കാനായി രണ്ടുപേരും ആ വീടിന് ചുറ്റും തിരയാൻ തുടങ്ങി. അങ്ങനെ തിരഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. ഈ ശബ്ദം വീടിന് പുറത്തു നിന്നല്ല വരുന്നത്. തീർച്ചയായും വീടിനുള്ളിൽ നിന്ന് എവിടെ നിന്നുമാണ് വരുന്നത്. അതിനാൽ വീടിനുള്ളിലെ എല്ലാ മുറികളും തിരയാൻ തുടങ്ങി. അപ്പോഴും ആ ശബ്ദം തുടർന്നവർക്ക് കേട്ടുകൊണ്ടേയിരുന്നു. പക്ഷെ ആ ശബ്ദം പ്രതിധ്വനിക്കുന്നതിനാൽ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് വ്യക്തമായി അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ എല്ലാ മുറികളും പരിശോധിച്ചതിന് ശേഷം ഒടുവിൽ അവർ ആ ബേസ്മെന്റിന് മുകളിൽ വന്ന് അതിന് മുന്നിൽ വന്ന് നിന്നു. അങ്ങനെ വന്നു നിന്ന അടുത്ത സെക്കൻഡ് അവർക്ക് മനസ്സിലായി, ഇതുവരെയും അവർ കേട്ടുകൊണ്ടിരുന്ന ആ ശബ്ദം മറ്റെവിടെ നിന്നുമല്ല, ഈ ബേസ്മെന്റിൽ നിന്നാണ് വരുന്നത് എന്ന്. ബേസ്മെന്റിൽ നിന്നും എന്തിനാണ് ഈ ശബ്ദം വരുന്നത് എന്ന സംശയത്തിൽ അകത്തേക്ക് നോക്കി നിന്നു. പെട്ടെന്ന് കരേന് ഒരു സംശയം തോന്നി. ഒരു പക്ഷേ ഓജോ ബോർഡ് വഴി അവർ അവരുടെ അമ്മയെ വിളിച്ചതിനാൽ അവരുടെ അമ്മ വന്നിട്ടുണ്ടാകും. അമ്മയുടെ സാന്നിധ്യം കാണിക്കാൻ അമ്മ തന്നെ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ സൃഷ്ടിക്കുന്നതാണോ? അവളത് ടീനയോടും പറഞ്ഞു. അത് ഉറപ്പുവരുത്താനായി ടീന അതിന് മുൻപ് ചോദിച്ചതുപോലെ, അമ്മേ, നിങ്ങൾ തന്നെയാണോ? നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങി. ഉടനെ ആ മുറി മുഴുവനും ഒരു നിശബ്ദത പടർന്നു. പെട്ടെന്ന് ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന രീതിയിൽ ഒരു 3 തവണ മുട്ടുന്ന ശബ്ദം അവർ കേട്ടു. അങ്ങനെ ആ പെൺകുട്ടികൾ തങ്ങളുടെ അമ്മയുടെ ആത്മാവിനോട് സംസാരിക്കാൻ ശ്രമിച്ചല്ലോ. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ അമ്മയോട് സംസാരിക്കാൻ ശ്രമിച്ചല്ലോ, അതിൻ്റെ ഫലം കിട്ടിക്കാണും. നമ്മുടെ അമ്മ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിച്ച ആ പെൺകുട്ടികൾ ഒരുപാട് സന്തോഷിക്കാൻ തുടങ്ങി. പിന്നീട് ടീനയും കരേനും വാതിലിന് മുന്നിൽ വന്ന് നിന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. രസകരമെന്ന് പറയട്ടെ, ആ മുട്ടുന്നതിലൂടെ അവർക്ക് അതിനുള്ള ഉത്തരവും ലഭിച്ചുകൊണ്ടേയിരുന്നു. എസ് ഓർ നോ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എസ് ആണെങ്കിൽ 3 തവണ മുട്ടുകയും നോ എന്ന ഉത്തരത്തിന് 1 തവണ മുട്ടുകയും ചെയ്തു. ഇതുപോലെ അവർക്ക് ഉത്തരം ലഭിച്ചുകൊണ്ടിരുന്നു. ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൂടെ ആ പെൺകുട്ടികളെ എല്ലാം ഒരു സന്തോഷത്തിന്റെ കൊടുമുടിയിലേക്ക് തന്നെ എത്തിച്ചു. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ അച്ഛൻ ഫ്രാങ്ക് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. ഏറെ ദിവസങ്ങൾക്ക് ശേഷം ടീനയും കരേനും വളരെ സന്തോഷത്തോടു കൂടി അവളുടെ അച്ഛനോട് സംസാരിക്കാൻ തുടങ്ങി. അച്ഛനും വളരെ ആകാംക്ഷയോടെ മക്കളെ നോക്കി. സംഭവിച്ച കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു. പക്ഷെ ഇവിടെയായിരുന്നു അവർക്ക് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നത്. ഇതുവരെയും അവർ കേട്ടുകൊണ്ടിരുന്ന ആ ശബ്ദം ഫ്രാങ്ക് വീടിനുള്ളിൽ വന്നതിന് ശേഷം അവർക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. അവർ ഓജോ ബോർഡിൽ കളിക്കുമ്പോൾ ആ 2 പെൺകുട്ടികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോ 3ാമതായി അവരുടെ അച്ഛൻ അവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം അമ്മ യാതൊരു ശബ്ദവും നൽകാത്തത് എന്ന് ടീനയും കരനും ചിന്തിക്കാൻ തുടങ്ങി. എന്നാൽ നേരെ മറിച്ച് അച്ഛനായ ഫ്രാങ്ക് ചിന്തിച്ചത്, അമ്മയില്ലാത്ത നഷ്ടം നികത്താൻ മക്കൾ സ്വയമേ ഇങ്ങനെയെല്ലാം ചിന്തിച്ചു കൂട്ടുന്നതായിരിക്കും എന്നാണ്. ഈ ഹാലൂസിനേഷന് പ്രത്യേക അനന്തരഫലങ്ങളൊന്നും ഉണ്ടാകുന്നത് വരെ ഈ നഷ്ടത്തിൽ നിന്നും കരകയറാൻ ഇതവരെ സഹായിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പ്രാക്ടിക്കലായി ചിന്തിച്ചു നോക്കിയാൽ ഫ്രാങ്ക് ഇങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, ഇവയെല്ലാം ആ വീട്ടിൽ സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഒരു തുടക്കം മാത്രമാണെന്ന്. ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ടീനയും കരനും അവരുടെ നഷ്ടത്തിൽ നിന്നും പതിയെ പുറത്തു വരാൻ തുടങ്ങി. ഈ സമയത്തെല്ലാം അവരുടെ വീട്ടിൽ കേൾക്കുന്ന ശബ്ദത്തിനപ്പുറം ചില വിചിത്രമായ കാര്യങ്ങളും സംഭവിക്കുന്നതായി അവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവരുടെ അലമാരയിൽ നിന്നും അവരുടെ അമ്മ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം ഓരോന്നായി കാണാതാകാൻ തുടങ്ങി. വീട്ടിലെ സോഫ, കസേര തുടങ്ങിയ ഫർണിച്ചറുകൾ അതിൻ്റെ പതിവ് സ്ഥലത്ത് നിന്നും മാറി മറ്റ് സ്ഥലങ്ങളിലേക്ക്, അതും സ്വയം സ്ഥലം മാറിയിരിക്കുന്നത് ശ്രദ്ധിച്ചു.
ചില സമയങ്ങളിൽ ആരോ അല്ലെങ്കിൽ എന്തോ ഒന്ന് അവരുടെ പുറകിൽ നിൽക്കുന്നത് പോലെ, തുടർന്ന് അവരെ തന്നെ നിരീക്ഷിക്കുന്നത് പോലെ അവർക്ക് തോന്നാൻ തുടങ്ങി. ഇത് 1-2 തവണയല്ല സംഭവിക്കുന്നത്. തുടർന്ന് ഇങ്ങനെ തന്നെ നടക്കാൻ തുടങ്ങി. തുടക്കത്തിൽ ഇക്കാര്യങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായി അവർക്ക് തോന്നിയാലും അത് അവരുടെ അമ്മ അവരോടൊപ്പം ഉണ്ട് എന്നതിൻ്റെ ഒരു സൂചനയായിരിക്കാം എന്നാണ് അവർ കരുതിയത്. അങ്ങനെയാണ് 2 കുട്ടികളും ചിന്തിച്ചത്. പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് വളരെ ഭയാനകമായി അനുഭവപ്പെട്ടു. കഴിഞ്ഞ ചില ദിവസങ്ങളിലായി അർദ്ധരാത്രിയിൽ വീട്ടിൽ ആരോ നടക്കുന്നതായി അവർക്ക് തോന്നി. ആരോ പലപ്പോഴും സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ശബ്ദങ്ങൾ കേട്ടു. ആ ബേസ്മെന്റിൽ കേട്ട മുട്ടുന്ന ശബ്ദം പിന്നീട് വീടിന്റെ പല കോണിൽ നിന്നും കേൾക്കാൻ തുടങ്ങി. അവരുടെ അറ്റിക്കിൽ നിന്നും, അടുക്കളയിൽ നിന്നും, ചിലപ്പോൾ അലമാരയിൽ നിന്നുമെല്ലാം കേൾക്കാൻ തുടങ്ങി. ഇതിനെല്ലാം അപ്പുറം ഒരു ദിവസം ടീന തന്റെ കട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. കട്ടിലിനടിയിൽ നിന്ന് പോലും ഈ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ആദ്യം ടീനയ്ക്കും കാരനും സന്തോഷം നൽകിയ ആ ശബ്ദം ഇപ്പോൾ അവർക്ക് വളരെ ഭയാനകമായി മാറാൻ തുടങ്ങി. ശരിയായി ഉറങ്ങാൻ സാധിച്ചില്ല. വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്നതിനാൽ വളരെയേറെ ഭയപ്പെട്ടു. പിന്നീട് ഒരു ദിവസം ഈ സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളെല്ലാം കരഞ്ഞുകൊണ്ട് അച്ഛനോട് അവർ പറഞ്ഞു. കൂടെ അവർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും പറഞ്ഞു. തീർച്ചയായും അത് അവരുടെ അമ്മയുടെ ആത്മാവല്ല, പ്രേതം അല്ല. ഓജോ ബോർഡിലൂടെ മറ്റേതോ ദുഷ്ട ആത്മാവിനെയാണ് 2 പേരും ചേർന്ന് പുറത്തെടുത്തത്. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് തൻ്റെ പിതാവിനോട് അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷേ ഫ്രാങ്ക് തൻ്റെ ആ ഒരു പോയിന്റിൽ ഉറച്ചു നിന്നു. മക്കൾ സ്വയമേ ഇങ്ങനെയെല്ലാം ചിന്തിച്ചെടുക്കുന്നു, ആ ഒരു രീതിയിലായിരുന്നു അദ്ദേഹം വിശ്വസിച്ചത്. കാരണം അന്നുവരെയും ഫ്രാങ്ക് ഒരു തവണ പോലും ആ ശബ്ദം കേട്ടിട്ടേയില്ല. അതിനാൽ മക്കളോട് ഇതൊക്കെ വെറും ഹാലൂസിനേഷൻ മാത്രമാണെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാനും വിശ്വസിപ്പിക്കാനും മനസ്സിലാക്കിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചു. പക്ഷെ അവരത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. വീണ്ടും ഒരു ദിവസം ടീനയും കാരനും തനിച്ചായിരുന്നപ്പോൾ ബേസ്മെന്റിൽ നിന്നും സമാനമായ ശബ്ദം കേട്ടു. ഇത്തവണ എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല എന്ന് കരുതി ഒരു ടോർച്ച് ലൈറ്റും എടുത്തുകൊണ്ട് അവർ ബേസ്മെന്റിലേക്ക് പോയി. ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത് എന്നവർ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ അവർ പ്രതീക്ഷിച്ചതിൽ നിന്നും അവിശ്വസനീയമായ ഭയാനകമായ ഒരു രംഗമായിരുന്നു അവിടെ അവർക്കായി കാത്തിരുന്നത്. ഇതിനു ശേഷം നടന്ന സംഭവങ്ങൾ ഒരു ഹോളിവുഡ് സിനിമയ്ക്കും അപ്പുറമായിരുന്നു. അവർക്കങ്ങനെ അന്ന് എന്ത് സംഭവിച്ചു? ആ ബേസ്മെന്റിൽ അവർ കണ്ടത് എന്താണ്? ആ വലിയ ട്വിസ്റ്റ് ഈ വീഡിയോയുടെ 2ാം ഭാഗത്തിലൂടെ നമുക്കറിയാം. ഈ വീഡിയോയുടെ 2ാം ഭാഗം നാളെ ഇതേ സമയം നമ്മുടെ ചാനലിൽ വരും. മറക്കാതെ മിസ് ചെയ്യാതെ കാണുക. എന്തായാലും ഈ 1ാം ഭാഗത്തിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആ ബേസ്മെന്റിൽ ആരായിരിക്കും? അവരവിടെ കണ്ട അവിശ്വസനീയമായ കാഴ്ച എന്താണ്? നിങ്ങളുടെ ഗസ്സിംഗ് എന്താണെന്ന് കമന്റിൽ പറയുക. അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ നമുക്കറിയാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.